ഇക്കാര്യമെല്ലാം ഈ അധ്യായങ്ങളിൽ വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാവരും ജനിക്കുന്നത് ശൂദ്രനായിട്ട് തന്നെയാണ്, സാധാരണക്കാരനായിട്ട് തന്നെയാണ് ജനിക്കുന്നത്. ഒരുപക്ഷെ ആ ജനനത്തിന് ശേഷം അവനെ ആരാണോ എടുത്ത് വളർത്തുന്നത്, ഒരു പയ്യനെ ഒരു മുസ്ലിം എടുത്ത് വളർത്തുകയാണെങ്കിൽ അവൻ ഇസ്ലാം മതവിശ്വാസിയായിട്ട് വളർന്നു വരാം. ഒരു ബ്രാഹ്മണനാണ് എടുത്ത് വളർത്തുന്നതെങ്കിൽ അവനെ ബ്രാഹ്മണ ആചാരങ്ങളോടുകൂടി വളർത്തിയെന്ന് വരാം. അതേ സമയത്ത് ഒരു ക്ഷത്രിയനായിട്ടാണ് വളർത്തുന്നതെങ്കിൽ ആ തരത്തിലുള്ള ധർമ്മങ്ങളായിരിക്കും അവനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി തീർത്തും സ്വതന്ത്രനാണ്. അതുകൊണ്ടാണ് അങ്ങനെ സ്വതന്ത്രനായ ഒരു കുട്ടിയെ സമൂഹമാണ് ഈ തരത്തിലുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ വർണ്ണ ആശ്രമങ്ങളുടെ മതിൽക്കെട്ടിനകത്തേക്ക് പിടിച്ച് നടത്തി കൊണ്ടുപോകുന്നത് സമൂഹമാണ്. സമൂഹവും അച്ഛനമ്മമാരുമൊക്കെ നിർമ്മിച്ചൊരുക്കുന്ന ഒരു വലിയ ഗർഭപാത്രത്തിനകത്തേക്ക് പിറന്നു വീഴുന്ന സ്വതന്ത്രനായ ഒരു കുട്ടി പിന്നീട് ഈ സമൂഹം അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള വർണ്ണങ്ങൾ, ധർമ്മങ്ങൾ, ആശ്രമങ്ങൾ ഇവരൊക്കെ നിർമ്മിച്ചൊരുക്കിയിരിക്കുന്ന ആ ഗർഭപാത്രത്തിനകത്ത് വളർന്നു വരുന്ന കുട്ടി ആ തരത്തിൽ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഭാഗവതത്തിൽ തന്നെ അത് കൃത്യമായിട്ട് പറയും. എല്ലാവരും അമ്മയിൽ നിന്ന് ജനിക്കുന്നു, അപ്പോൾ എല്ലാവരും മലമൂത്ര വിസർജനം ചെയ്യുന്നു, അതൊക്കെ ഒരുപോലെ തന്നെയാണ്. എല്ലാവരും ഇന്ദ്രിയങ്ങളും എല്ലാവരുടെയും ഇന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ തന്നെയാണ് തേടുന്നത്. അപ്പം അതുകൊണ്ട് ബാഹ്യമായ ശരീരമല്ല ബ്രാഹ്മണ്യത്തിന് അടിസ്ഥാനമായിരിക്കുന്നെന്ന് പറയും. ഏതൊരുത്തനും, ഏത് ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും ബാഹ്യമായ കർമ്മങ്ങളെല്ലാം ഒരുപോലെയാണ്. എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, എ നെഗറ്റീവ്, ഇതെല്ലാം ബ്ലഡിൻ്റെതായിട്ടുള്ള കഫം, മലം, മൂത്രം, ഇതെല്ലാം ഒരുപോലെ തന്നെയാണ്. യാതൊരു തരത്തിലുള്ള വ്യത്യാസമില്ല. പിന്നെ എന്താണ് അവരുടെ വ്യത്യാസം? അതുകൊണ്ട് അത് ശാരീരികമായിട്ടുള്ള അവസ്ഥകൾക്കൊന്നും യാതൊരു വ്യത്യാസമില്ലെന്നിരിക്കുക. പിന്നെ എന്ത് വ്യത്യാസമാണ് എന്നുള്ളത് ഭാഗവതം തന്നെ പറയുന്നത്. അതുകൊണ്ട് ശീലസമ്പന്നനായിരിക്കണം, നല്ല ശീലങ്ങളെ സമ്പാദിക്കുന്നവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അത് ഏത് തരത്തിലുള്ള ശീലങ്ങളാണ്? അവിടെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്ക് ബ്രാഹ്മണനായി ജനിക്കാൻ പറ്റുമോ, ജീവിക്കാൻ പറ്റുമോ? എല്ലാവരും ഒരുപക്ഷെ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുകയും ബ്രാഹ്മണനല്ലാതെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ബ്രാഹ്മണന്റെ ഗുണമെന്ന് പറയുന്ന സാത്വികതയും സത്യവുമാണ്. ആ സാത്വികതയും സത്യവും ആർക്കുണ്ടായിരുന്നാലും അവൻ ബ്രാഹ്മണൻ തന്നെയാണ്. അവന് ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്താൻ പറ്റും. ബ്രഹ്മജ്ഞാനി ആയിക്കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഗുണങ്ങൾക്ക് വെളിയിൽ കിടക്കുന്നത് കൊണ്ട് അവനെ ഗുണാതീതനെന്ന് പറയപ്പെടുന്നു. യാതൊരു തരത്തിലുള്ള മനുഷ്യനിർമ്മിതമായ മനോനിർമ്മിതമായ എല്ലാവിധ ഗുണങ്ങൾക്കും വെളിയിലേക്ക് അവൻ ആ നിമിഷം തന്നെ എത്തിച്ചേരുന്നു. ഇപ്പം ആലുവ ആശ്രമത്തിൽ ഞാൻ പഠിപ്പിച്ചിരുന്ന കുറേ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന അതിൽ ഒരു ഹരികൃഷ്ണൻ ഉണ്ടായിരുന്നു. ശബരിമലയിലെ മുൻ മേൽശാന്തി, അവൻ്റെ അപ്പൂപ്പൻ ഒരിക്കൽ മേൽശാന്തി ആയിരുന്നു. അപ്പോൾ അവൻ അത് അഭിമാനത്തോട് പറയുമായിരുന്നു. അവർ കൊല്ലത്താണ് അവരുടെ കുടുംബം. ഒരിക്കൽ അവൻ്റെ അപ്പൂപ്പൻ അവന് വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മോശമായപ്പോൾ ആലുവ ആശ്രമത്തിൽ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ അവൻ പലപ്പോഴൊക്കെ കൂട്ടുകാരോട് നല്ല നുണ ഒരു രസത്തിന് വേണ്ടി പറഞ്ഞു. ആനപ്പുറത്ത് 20 കിലോമീറ്ററൊക്കെ അവൻ സഞ്ചരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നീ കയറിയിട്ട് പോലും ഉണ്ടായില്ല, എന്തിനാ ഹരികൃഷ്ണ ഇങ്ങനെ പറയണേ? എടാ, നീ ഒരു ബ്രാഹ്മണനാണോ? നീ കള്ളം പറയരുത് എന്നൊക്കെ ഞാൻ ഇവരോട് പറയും. അപ്പോൾ ഈ ചെറുപ്പത്തിൻ്റെ ചാബല്യം പോലെ തന്നെ വലുതായി വന്നു കഴിഞ്ഞാലും അത്തരം ശ്രേഷ്ഠതകൾ ആ സത്യപരിപാലനത്തിൽ നിന്ന് വ്യതിചലിച്ച് ഒരാൾ പറഞ്ഞും അനുഭവിച്ചും ജീവിച്ചുമൊക്കെ പോവുകയാണ് എങ്കിൽ അവൻ ബ്രാഹ്മണനല്ല, അവൻ ശൂദ്രൻ തന്നെ. അതുകൊണ്ടാണ് ജന്മന എല്ലാവരും സാധാരണക്കാരായിട്ട് തന്നെയാണ് ജനിക്കുന്നതും ജീവിക്കുന്നതും. അവരുടെ ശാരീരികമായ യാതൊരു വ്യത്യാസവും ഇല്ല. പിന്നെന്താണ്? ശീലങ്ങൾ കൊണ്ട്, നല്ല ശീലങ്ങൾ കൊണ്ട് ശീലസമ്പന്നനായിരുന്നാൽ ശൂദ്രനും ബ്രഹ്മജ്ഞാനിയാകും. അതിനെന്ത് വേണം? ശുദ്ധചിത്തനല്ലെങ്കിൽ, നല്ല കർമ്മം ചെയ്യുന്നില്ലെങ്കിൽ, നല്ല കർമ്മം ചെയ്തെങ്കിലും നല്ല മനസ്സ്, ശുദ്ധമായിട്ടുള്ള ചിത്തം ഉണ്ടായില്ലെങ്കിൽ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ആചരിച്ചെങ്കിലും ബ്രാഹ്മണനാകണം. ഒരാൾക്ക് ഒരു ശൂദ്രനും ബ്രാഹ്മണനാകാൻ പറ്റും. അതിനെന്താ ചെയ്യേണ്ടത്? പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആ പഞ്ചേന്ദ്രിയം എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളുടെ താല്പര്യമാകുന്ന മഹാസമുദ്രത്തെ കടന്നവൻ, അവൻ ഏത് ശൂദ്രനാണെങ്കിലും അവൻ ബ്രഹ്മജ്ഞാനം, ബ്രാഹ്മണൻ എന്ന തീരത്ത് പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്.
ഇന്ദ്രിയങ്ങളുടെ ചപലതകളിൽ നിന്നും പുറത്തു കടക്കുന്നവനാരോ അവനാണ് ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥത്തിൽ ഇനി മുതൽ നമുക്കെല്ലാവർക്കും ബ്രാഹ്മണനായിട്ട് ജീവിക്കാൻ സാധിക്കണം. അത് ബ്രഹ്മചാരിയായിരിക്കുന്ന കുട്ടിയായിരിക്കുന്ന സമയം എന്ന് നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. ഏത് സമയം വേണമെങ്കിലും നമുക്ക് നിശ്ചയിക്കാം, ഇനി മുതൽ ഞാൻ ബ്രാഹ്മണനായി തന്നെയാണ് ജീവിക്കുക. അതിന് ഞാൻ സത്യപരിപാലനവും അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളുടെ ചപലതകളിൽ നിന്നും പുറത്തു കടന്ന് ബ്രാഹ്മണനായിട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ ഇവിടെ പറയപ്പെടുന്ന ഈ ആശ്രമധർമ്മങ്ങളിൽ പ്രധാനമായിട്ട് നമുക്ക് പ്രവേശിക്കാനാവുന്നത്. നമ്മുടെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നുള്ള ആ പടിപടിയായുള്ള ഒരു പ്രവേശനത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്.